പണ്ട് 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 ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവും അദ്ദേഹത്തിൻ്റെ രാജ്ഞിയും കൂടി ഒരിക്കൽ നദീതീരത്തൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ നദിയിലൂടെ ഒരു മീൻപിടുത്തക്കാരൻ വഞ്ചിയിൽ പോകുന്നത് കണ്ടു. ഈ വഞ്ചിയിൽ വളരെ വലിയൊരു മീനുണ്ടായിരുന്നു. രാജാവിൻ്റെ മീൻ കൊതി വളരെ പ്രശസ്തമാണ്. ഈ രാജാവ് ഈ വഞ്ചിയിലേക്ക് വളരെ കൊതിയോടെ നോക്കി. ഇത് കണ്ടപ്പോൾ രാജാവിന് ഈ മീൻ കൊടുത്താൽ നന്നായിരിക്കും എന്ന് ഈ മുക്കുവന് തോന്നിയതിനാൽ അയാൾ അവിടെ വഞ്ചി അടുപ്പിക്കുകയും രാജാവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനെ വണങ്ങി തൻ്റെ കയ്യിലുള്ള മീന് ഒരു സമ്മാനമായിട്ട് സ്വീകരിക്കണം എന്ന് പറയുകയും ചെയ്തു. വളരെ സന്തോഷം തോന്നിയ രാജാവ് ഈ മീൻപിടുത്തക്കാരന് നല്ലൊരു തുക സമ്മാനമായിട്ട് കൊടുത്തു. കിട്ടിയ സമ്മാനവുമായിട്ട് ഈ മുക്കുവൻ പോകാനിറങ്ങിയപ്പോൾ ഈ രാജ്ഞി രാജാവിനോട് പറഞ്ഞു, അങ്ങ് ചെയ്തത് തീരെ ഉചിതമായില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? രാജ്ഞി പറഞ്ഞു, അങ്ങ് കൊടുത്ത പ്രതിഫലം വളരെ കൂടിപ്പോയി. ഇയാൾ പോകുന്ന വഴിക്ക് എല്ലാവരോടും പറയും, അങ്ങനെ ഈ വാർത്ത നാടെങ്ങും പരക്കും. ഇനി മുതൽ മീനെ പിടിക്കുന്ന മുക്കുവന്മാരെല്ലാവരും മീനും കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങ് ഇയാൾക്ക് കൊടുത്തതുപോലെ സമ്മാനം കൊടുത്തില്ലെങ്കിൽ അവരൊക്കെ അങ്ങേപ്പറ്റി മോശമായിട്ട് സംസാരിക്കും. അപ്പോൾ രാജാവ് വിചാരിച്ചു, നേരാണല്ലോ ഭാര്യ പറഞ്ഞത്, ഈ മീൻപിടുത്തക്കാരന് ഇത്ര വലിയൊരു പ്രതിഫലം കൊടുക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്തായാലും ഞാൻ കൊടുത്തു പോയില്ല, ഇനി എന്ത് ചെയ്യും? അത് തിരിച്ചു വാങ്ങുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ രാജ്ഞി പറഞ്ഞു, അയാളിത് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, അയാളെ തിരിച്ച് വിളിച്ച് അയാളോട് ചോദിക്കണം, ഇത് ആൺമീനാണോ പെൺമീനാണോ എന്ന്. അയാൾ ആൺമീനാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങേക്ക് പെൺമീനെയാണ് തിന്നുന്നത് ഇഷ്ടമെന്ന് പറയണം. ഇത് പെൺമീനാണെന്ന് അയാൾ പറയുകയാണെങ്കിൽ എനിക്ക് ആൺമീൻ മതിയെന്ന് അയാളോട് പറയണം. അങ്ങനെ ഇയാൾക്ക് ഈ മീൻ തിരിച്ചു കൊടുക്കാം, ആ പ്രതിഫലം നമുക്കിങ്ങനെ വാങ്ങുകയും ചെയ്യാം. അപ്പോൾ രാജാവ് കുറച്ച് ദൂരെയായിട്ട് തൊഴിഞ്ഞു പോകുകയായിരുന്ന ഈ മുക്കുവനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇത് ആൺമീനാണോ പെൺമീനാണോ? അപ്പോൾ മുക്കുവൻ പറഞ്ഞു, ഈ മീൻ ആണുമല്ല പെണ്ണുമല്ല. കൗശലക്കാരനായ മുക്കുവൻ്റെ ഉത്തരം കേട്ട് രാജാവിന് സന്തോഷം തോന്നി. സന്തുഷ്ടനായ രാജാവ് അയാൾക്ക് കുറച്ച് പണം കൂടി സമ്മാനമായിട്ട് കൊടുത്തു. അതോടെ രാജ്ഞിക്ക് വളരെയധികം ദേഷ്യം വന്നു. രാജ്ഞി രാജാവിനെ വളരെ കോപത്തോടെ നോക്കി. എന്നാൽ തനിക്ക് കിട്ടിയ പ്രതിഫലം എല്ലാം കൂടി ഒരു സഞ്ചിയിലാക്കി തൻ്റെ വഞ്ചിയുടെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന ഈ മുക്കുവൻ്റെ കയ്യിൽ നിന്ന് ഒരു നാണയം താഴെ വീണു. അത് അയാൾ കുനിഞ്ഞ് എടുത്ത് വീണ്ടും സഞ്ചിയിലിട്ടു. അപ്പോൾ രാജ്ഞി പറഞ്ഞു, നോക്കൂ, അയാൾ എത്ര വലിയ പിശുക്കനാണ്, അയാൾക്ക് ഇത്ര വലിയ സമ്മാനം കിട്ടിയതല്ലേ, താഴെ പോയിരുന്ന നാണയം അവിടെ കിടക്കട്ടെ, ആരെങ്കിലും സേവകരോ മറ്റോ എടുത്ത് അതുകൊണ്ടൊരു കഷ്ണം റൊട്ടി വാങ്ങിക്കോട്ടെ എന്ന് അയാൾ ചിന്തിച്ചില്ലല്ലോ. രാജാവ് വീണ്ടും മുക്കുവനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു ലുബ്ധനാണ്, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാതെ ധനികനാകാൻ ഞാൻ സഹായിച്ചു, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു ചെറിയ നാണയം വീണ് പോയപ്പോൾ തന്നെ നിങ്ങളത് പെറുക്കിയെടുത്തല്ലോ. അത് മറ്റാരെങ്കിലും എടുത്തോട്ടെ നിങ്ങൾ വിചാരിച്ചില്ലല്ലോ. നിങ്ങളുടെ പണം ഞാൻ തിരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മുക്കുവൻ രാജാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് പറഞ്ഞു, അയ്യോ പാവങ്ങളുടെ സംരക്ഷകനായ രാജാവേ, ഞാൻ എൻ്റെ പിശുക്ക് കൊണ്ടല്ല ആ നാണയം എടുത്തത്. ആ നാണയത്തിൻ്റെ ഒരു വശത്ത് ദൈവത്തിൻ്റെ പേരും മറുവശത്ത് രാജാവിൻ്റെ മുഖവും കൊത്തിയിട്ടുണ്ട്. ആരെങ്കിലും നാണയം കാണാതെ അതിൽ ചവിട്ടുകയാണെങ്കിൽ അങ്ങയുടെ മുഖവും ദൈവത്തിൻ്റെ പേരും മലിനമാകും എന്ന ഭയം കൊണ്ടാണ് ഞാൻ നാണയം എടുത്തത്. ഉത്തരം കേട്ട് വളരെ സന്തോഷം തോന്നിയ രാജാവ് മുക്കുവിന് വീണ്ടും ഒരു തുക സമ്മാനമായി നൽകുകയും തനിക്ക് കിട്ടിയ വലിയ സമ്മാനം നിറച്ച സഞ്ചയമായിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു.